+2 തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് പാർട്ടിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ടൈമിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശീതസമര കാലഘട്ടം. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബർണാഡ് ബറൂച്ച. US നിയന്ത്രിത സൈനിക സഖ്യങ്ങളാണ് നാറ്റോ, സിയാറ്റോ, സെൻഡോ. സോവിയറ്റ് നിയന്ത്രിത സൈനിക സഖ്യമാണ് വാഴ്സോ പാക്ട്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഉണ്ടായ വർഷം 1962. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, സോവിയറ്റ് യൂണിയൻ നേതാവ് നികിത ക്രൂഷ്ചേവ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ബെൽഗ്രേഡ്, 1961. അടുത്തത് ഇരുധ്രുവ രാഷ്ട്രത്തിൻ്റെ അന്ത്യം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. ബോൾഷെവിക് പാർട്ടിയുടെ സ്ഥാപകൻ വ്ളാഡിമിർ ലെനിൻ. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രസിഡന്റ് വ്ളാഡിമിർ ലെനിൻ. സോവിയറ്റ് യൂണിയനിൽ ലെനിൻ്റെ പിൻഗാമി ആയിരുന്നു ജോസഫ് സ്റ്റാലിൻ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റഷ്യൻ നേതാവ് ജോസഫ് സ്റ്റാലിൻ. ആരുടെ ഭരണകാലത്താണ് സോവിയറ്റ് യൂണിയനിൽ നവീന പരിഷ്കാരങ്ങൾ ആരംഭിച്ചത്? മിഖായേൽ ഗോർബച്ചേവ്. മിഖായേൽ ഗോർബച്ചേവിൻ്റെ കാലത്താണ് നവീന പരിഷ്കാരങ്ങൾ ആരംഭിച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ്. റഷ്യയുടെ ആദ്യ പ്രസിഡന്റ് ബോറിസ് എൽസ്റ്റീൻ. റഷ്യയുടെ നാണയം റൂബിൾ. സോവിയറ്റ് യൂണിയനിൽ എത്ര റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്നു? 15. സോവിയറ്റ് യൂണിയൻ തകർന്ന വർഷം 1991 ഡിസംബർ 25. അടുത്ത ലോക രാഷ്ട്രീയത്തിലെ അമേരിക്കൻ ആധിപത്യം. കമ്പ്യൂട്ടർ യുദ്ധമെന്നും വീഡിയോ ഗെയിം യുദ്ധമെന്നും വിശേഷിപ്പിച്ച യുദ്ധമായിരുന്നു ഒന്നാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്നത് ഒന്നാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് സുഡാനെതിരെയുള്ള യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം അൽ ഖ്വയ്ദയ്ക്കും താലിബാനും എതിരെയുള്ള യുദ്ധം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം 2003 ഇറാഖ് യുദ്ധം. പിന്നെ അടുത്തത് അത് കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ. മാർഷൽ പദ്ധതി പ്രകാരം രൂപീകരിച്ച സംഘടനയാണ് EEC. യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് എന്ന്? 1992. യൂറോപ്യൻ യൂണിയൻ്റെ കറൻസി അറിയപ്പെടുന്നത് യൂറോ. പൂർണ്ണരൂപം എഴുതാനുണ്ട്. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ. ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്ത. ചൈനയിലെ തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയത് ആരായിരുന്നു? ചൈനയിൽ തുറന്ന വാതിൽ നയം ഡെങ് സിയാവോ പിങ്. 1973 ചൈനയിൽ 4 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ആരാണ്? ചൗ എൻ ലായ്. വിഷൻ 2020 എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസിയാൻ. അതിലത്രേ ഉള്ളൂ. പിന്നെ സമകാലിക ദക്ഷിണേന്ത്യ. അതിൽ കുറേ പൂർണ്ണരൂപം എഴുതാനൊക്കെ ഉണ്ട്. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ. സാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ. പിന്നെ PPP, പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി. സാഫ്ത, SAFTA, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. IPKF, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. പിന്നെ കാർഗിൽ യുദ്ധം ഉണ്ടായ വർഷം 1999. സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാൾ. സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി സപ്തകക്ഷി സഖ്യം. പിന്നെ ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷ സിംഹള. ഗിരിജപ്രസാദ് കൊയ്രാള ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ബിന്ദ്യദേവി ഭട്ടാചാരി. സാർക്ക് രൂപീകരിച്ച വർഷം 1985.
പിന്നെ സാർക്ക് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക. ഇതെല്ലാമാണ് സാർക്ക് രാജ്യങ്ങൾ. പിന്നെ അതിലത്രേ ഉള്ളൂ. പിന്നെ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗ്. പിന്നെ അന്താരാഷ്ട്ര സംഘടനകൾ. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി. ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം കൊണ്ടുവന്ന് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണ വേളയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 51. UN സുരക്ഷാ സമിതിയിൽ എത്ര അംഗങ്ങളുണ്ട്? 15. UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങൾ 5. ആരെല്ലാമാണ് UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങൾ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. അന്താരാഷ്ട്ര തർക്കങ്ങൾ, ഉടമ്പടി തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുന്നതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലാൻഡിലെ ഹേഗ്. അന്തർദേശീയ അണുശക്തി ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. അണുശക്തി സമാധാനത്തിന് എന്ന ആശയത്തിന് ഉപജ്ഞാതാവ് അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവർ. അണുശക്തി സമാധാനത്തിന് എന്ന ആശയത്തിന് ഉപജ്ഞാതാവ് അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവർ. WTOയുടെ പിൻഗാമി ആയിരുന്നു ഗാട്ട്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. സമകാലിക ലോകത്തിലെ സുരക്ഷ. അടുത്തത് ആയുധങ്ങൾ വികസിച്ചെടുക്കുന്നതും സമ്പാദിക്കുന്നതും നിയന്ത്രിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ആയുധ നിയന്ത്രണം. എല്ലാ രാജ്യങ്ങളും പ്രത്യേക തരത്തിലുള്ള ചില ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ പറയുന്നതാണ് നിരായുധീകരണം. സുരക്ഷിതത്വത്തിൻ്റെ പാരമ്പര്യേതര വീക്ഷണങ്ങളാണ് മാനവ സുരക്ഷിതത്വം, ആഗോള സുരക്ഷിതത്വം. സുരക്ഷിതത്വത്തിൻ്റെ പാരമ്പര്യേതര വീക്ഷണങ്ങളാണ് മാനവ സുരക്ഷിതത്വം, ആഗോള സുരക്ഷിതത്വം. അടുത്തത് പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ? ബ്രസീലിലെ റിയോ ഡി ജനീറ. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറ 1992. ഹരിതഗ്രഹവാതകത്തിന് നിർഗമനം കുറയ്ക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് ക്യോട്ടോ കരാർ. പിന്നെ ആഗോള പൊതുമണ്ഡലങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാണ്ട് ഭൗമാന്തരീക്ഷം, അന്റാർട്ടിക്ക, ബഹിരാകാശം, സമുദ്രനിരപ്പ് എല്ലാം അതിനുള്ള ഉദാഹരണമാണ്. അടുത്ത അവസാനത്തെ ടോപ്പിക്കായ ആഗോളവൽക്കരണം. സമ്പദ് വ്യവസ്ഥയെ ആഗോളതലത്തിൽ സംയോജിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ആഗോളവൽക്കരണം. സമ്പദ് വ്യവസ്ഥയെ ആഗോളതലത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് ആഗോളവൽക്കരണം എന്ന് പറയുന്നു. പിന്നെ അതിൽ പൂർണ്ണരൂപം എഴുതാനൊക്കെയുണ്ട്. MNC മൾട്ടിനാഷണൽ കമ്പനി. WSF വേൾഡ് സോഷ്യൽ ഫോറം. ആഗോളവൽക്കരണത്തിനെതിരെ രൂപം കൊണ്ടുവന്ന സംഘടനയാണ് ആഗോള സോഷ്യൽ ഫോറം അല്ലെങ്കിൽ MSF. WSF കേട്ടോ, M അല്ല, WSF. ആഗോള സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബ്രസീൽ. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പുതിയ സാമ്പത്തിക നയം ആരംഭിച്ചത്? നരസിംഹറാവുവിൻ്റെ കാലത്താണ് പുതിയ സാമ്പത്തിക നയം ആരംഭിച്ചത്. പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കുമ്പോൾ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇത്രയുമാണ് പാർട്ട് 2-ലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഉത്തരങ്ങളും.